الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ ഒരു മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇത് ഷഅബാൻ മാസമാണ്. ഷഅബാൻ മാസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. ജനങ്ങൾ അശ്രദ്ധരാകുന്ന റമദാനിൻ്റെയും റജബിൻ്റെയും ഇടയിലുള്ള മാസമാണ് ഷഅബാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വരാൻ പോകുന്നത് റമദാൻ മാസമാണ്. റമദാൻ മാസത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ധാരണയുണ്ട്. റമദാൻ ഏറെ പവിത്രതയുള്ള, ശ്രേഷ്ഠതയുള്ള മാസമാണ്. റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യേണ്ടതുണ്ട്. ഇത് പഠിച്ച ആളുകളാണ് നമ്മൾ. കഴിഞ്ഞുപോയ റജബിനെ കുറിച്ചും ആളുകൾക്ക് ധാരണയുണ്ട്. റജബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ്. അതിന് ഹുറുമത്തുണ്ട്. ആ മാസങ്ങളിൽ കഴിവിൻ്റെ പരമാവധി പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം, നന്മകൾ ചെയ്യണം. ഇതൊക്കെ പഠിച്ചവരാണ്. പവിത്രമായ ഒരു മാസമാണ് റജബ്. ഏറെ ശ്രേഷ്ഠതയുള്ള മാസമാണ് റമദാൻ. ആ റമദാനിൻ്റെയും റജബിൻ്റെയും ഇടയിലുള്ള ഷഅബാൻ, ആ മാസത്തെക്കുറിച്ച് പലപ്പോഴും നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും അശ്രദ്ധരാണ്, ഗഫ്ലത്തിലാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ജനങ്ങൾ അശ്രദ്ധയിൽ കാണുന്ന
ജനങ്ങൾ അശ്രദ്ധയോടുകൂടെ നോക്കിക്കാണുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അധ്യാപനത്തിൽ, ആ വാചകത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും പഠിക്കാനുള്ള പാഠം എന്താണ്? വിശ്വാസികളായ ആളുകൾ അശ്രദ്ധ കാണിക്കാൻ പാടില്ലാത്ത മാസമാണ് ശഅബാൻ മാസം എന്നാണ്. ശഅബാനിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ശഅബാൻ മാസത്തിൻ്റെ പ്രത്യേകതകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ശഅബാൻ മാസത്തിലാണ് വിശ്വാസികളുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് എന്നതാണ്. നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. അതിൽ മറ്റൊരു കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസം അത് ശഅബാൻ മാസമാണ്. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പ് നോറ്റ മാസമാണ് ശഅബാൻ മാസം. അതേപോലെ തന്നെ ഈ മാസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടാകാം. കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളായ ആളുകളൊക്കെ, ആ നോമ്പുകളെല്ലാം നോറ്റുവീട്ടാൻ ശ്രദ്ധിക്കേണ്ട, കഴിഞ്ഞ മാസങ്ങളിലൊന്നും നോൽക്കാൻ കഴിയാത്ത ആളുകൾ വരാൻ പോകുന്ന അടുത്ത റമദാനിൻ്റെ മുമ്പ് നോറ്റുവീട്ടാനുള്ള ഒരു അവസാനത്തെ സമയമായിക്കൊണ്ടാണ് ശഅബാൻ മാസത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ റമദാനിലേക്ക് ഒരുങ്ങേണ്ട, റമദാനിലേക്ക് തയ്യാറാകേണ്ട ഒരു മാസം കൂടെയാണ് ശഅബാൻ മാസം. അതിൻ്റെ എല്ലാം പുറമെ ഈ മാസത്തിൽ മുസ്ലിങ്ങളായ പല ആളുകളും ദീനിലില്ലാത്ത, ദീന് പഠിപ്പിക്കാത്ത പലതും ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ഒരു മാസം കൂടെയാണ് ഈ ശഅബാൻ മാസം. അതേതൊക്കെയാണ് എന്നും നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ശഅബാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് എന്നുള്ളതാണ്. നമ്മുടെ സൽക്കർമ്മങ്ങൾ അത് റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. വിശ്വാസികളുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് വ്യത്യസ്തമായ രീതികളിലാണ്. നമ്മുടെ കർമ്മങ്ങൾ എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നുണ്ട്, എല്ലാ ദിവസങ്ങളിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. നബി പറഞ്ഞു, ഇന്നല്ലാഹ ലാ യനാമു വലാ യൻബഗി ലഹു അൻ യനാം. അള്ളാഹു ഉറങ്ങുന്നില്ല, ഉറക്കം എന്നുള്ളത് അവൻ ആവശ്യമുള്ള കാര്യമല്ല. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ റിസ്ഖിനെ എന്ത് ചെയ്യും? ആളുകളിൽ ചില ആളുകൾക്ക് ഉയർന്ന റിസ്ഖ് കൊടുക്കും, ചില ആളുകൾക്ക് താഴ്ത്തി കൊടുക്കും. അതൊക്കെ റബ്ബിന്റെ നീതിയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വയുർഫഉ ഇലൈഹി അമലുൻ നഹാരി ബില്ലൈൽ വഅമലുൽ ലൈലി ബിന്നഹാർ. പകലിലെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് രാത്രി ഉയർത്തപ്പെടും. അള്ളാഹുവിൻ്റെ ഒരു അടിമ അവൻ പകലിൽ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ത് ചെയ്യും? അത് രാത്രി അള്ളാഹുവിലേക്ക് ഉയർത്തും. രാത്രി ചെയ്യുന്ന കർമ്മങ്ങൾ എന്ത് ചെയ്യും? അത് പകലിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. സ്വഹീഹായ ഹദീത്താണിത്. ഈ ഹദീത്തിനെ ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യതഅഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി വമലായികത്തുൻ ബിന്നഹാർ. നമ്മളെ ചുറ്റി പൊതിയുന്ന, രാവും പകലുമൊക്കെ നമ്മളിലേക്ക് മാറി മാറി വരുന്ന മലക്കുകളുണ്ട്. നമ്മുടെ ഇടയിലേക്ക് രാവും പകലുമൊക്കെ മാറി മാറി വരുന്ന മലക്കുകളുണ്ട്. അവരെന്ത് ചെയ്യും? വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്ർ. ആ മലക്കുകൾ, രാവിൽ വരുന്ന മലക്കുകളുണ്ട്, പകലിൽ വരുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ സംഘങ്ങളായി വരുന്ന മലക്കുകൾ അവരൊരുമിക്കുന്ന സമയം ഏതാ? അത് ഫജ്റിന്റെ സ്വലാത്തിന്റെ സമയമാണ്, അസറിന്റെ സ്വലാത്തിന്റെ സമയമാണ്. അഥവാ വൈകുന്നേരം വരുന്ന മലക്കുകൾ എന്ത് ചെയ്യും? വൈകുന്നേരം വരുന്ന മലക്കുകൾ അസറിന്റെ സമയത്ത് വരുന്നു. രാവിലെ വരുന്ന മലക്കുകളോ അവർ അസറിന്റെ സമയത്ത് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആ രണ്ട് മലക്കുകൾ കൂട്ടിമുട്ടുന്ന സമയം ഏതാ? അത് അസറിൻ്റെയും അതേപോലെ തന്നെ ഫജ്റിൻ്റെയും സമയമാണ് എന്ന് ഈ ഹദീസിൽ പഠിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്ന മലക്കുകൾ, മനുഷ്യരുടെ ഇടയിൽ കഴിച്ചുകൂട്ടി അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്ന മലക്കുകളുണ്ട്. അവരോട് അള്ളാഹു ചോദിക്കും, ഫയസ്അലുഹും റബ്ബുഹും വഹുവ അഅലമു ബിഹിം കൈഫ തറക്തും ഇബാദി. അള്ളാഹ് ചോദിക്കണം മലക്കളോട്, നിങ്ങൾ വരുമ്പോൾ എൻ്റെ അടിമകൾ എന്താ ചെയ്യുന്നത്? അള്ളാഹ്ക്കത് അറിയാം, പക്ഷെ അള്ളാഹ് ചോദിക്കാണ്, എന്താണ് എൻ്റെ അടിമകൾ ചെയ്യുന്നത്? ഫയഖൂലൂൻ, അപ്പോൾ ആ മലക്കുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ,
ഞങ്ങൾ അവരെ വിട്ടേച്ചു പോരുമ്പോൾ അവരെന്ത് ചെയ്യരുന്നു? അവർ നിസ്കരിക്കരുത്. അതേപോലെ തന്നെ വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരിലേക്ക് ചെല്ലുമ്പോഴും എന്ത് ചെയ്യരുത്? അവർ നിസ്കരിക്കരുത്. ഒരു വിഭാഗം ആളുകൾ വരുന്ന നിസ്കാരം ഏതാ? ഫജ്റിന്റെ സമയത്താണ്. അപ്പോൾ വിശ്വാസികൾ നിസ്കാരത്തിലാണ്. അതാണ് മലക്കൾ അല്ലാഹുവോട് പറഞ്ഞത്, ഞങ്ങൾ വരുമ്പോൾ അവർ നിസ്കരിക്കരുത്. അവർ കയറിപ്പോകുന്നപ്പോഴും അസറിനാണ്. അസറിന് കയറിപ്പോകുമ്പോഴും വിശ്വാസികൾ നമസ്കാരത്തിലാണ്. അപ്പം ഞങ്ങൾ വരുമ്പോഴും ഞങ്ങൾ പോരുമ്പോഴും അവർ വഹും യുസല്ലൂൻ, അവർ നമസ്കാരത്തിലാണ്. ഇങ്ങനെ വിശ്വാസികളായ ആളുകളെ സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മലക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം നമ്മുടെ ഈ കർമ്മങ്ങൾ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ദിവസത്തിലെയും കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, മറ്റു പുണ്യ കർമ്മങ്ങളാകട്ടെ, ഇതൊക്കെ അള്ളാഹുവിലേക്ക് എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നുണ്ട്. അതാണ് ഒരു രീതി, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതിൻ്റെ ഒരു രീതി അതാണ്. രണ്ടാമത്തെ രീതി എല്ലാ ആഴ്ചകളിലും ഉയർത്തപ്പെടുന്നുണ്ടെന്നാണ്. എല്ലാ ആഴ്ചകളിലും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് നബി പറഞ്ഞത്? തുഅറദുൽ അഅമാലു യൗമൽ ഇത്നൈനി വൽ ഖമീസ്, കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും പ്രദർശിപ്പിക്കപ്പെടും, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് റബ്ബ് എൻ്റെ കർമ്മങ്ങൾ നോക്കുമ്പോൾ, എൻ്റെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ, റബ്ബിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കുന്നത്. അതാണ് രണ്ടാമത്തെ രീതി. എല്ലാ ദിവസവും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്, എല്ലാ ആഴ്ചകളിലും കർമ്മങ്ങൾ ഉയർത്തപ്പെടും. മൂന്നാമത്തെ രീതി, എല്ലാ വർഷത്തിലും ഒരു തവണ കർമ്മം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ്. അതേത് മാസത്തിലാണ്? അത് നമ്മളുള്ള ഷഅബാൻ മാസത്തിലാണ്. അതാണ് ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഷഅബാനിനെ കുറിച്ച് നബി പറയാം, വഹുവ ശഅറുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ മാസം അഥവാ ഷഅബാൻ മാസം ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിലേക്ക് മനുഷ്യരുടെ ഒരു വർഷത്തെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളുള്ള മാസത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ഈ ഒരു വർഷം ചെയ്തു കൂട്ടിയ കഴിഞ്ഞ റമദാൻ മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാ ഈ ഷഅബാൻ വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ ഷഅബാൻ മുതൽ ഈ ഷഅബാൻ വരെയുള്ള കർമ്മങ്ങളെല്ലാം ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ്. ഏത് മാസം? ഷഅബാൻ മാസം. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ട, നമ്മൾ ഗൗരവത്തോടുകൂടെ പ്രവർത്തിക്കേണ്ട മാസമാണ് ഇത് ഷഅബാൻ മാസം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വൽ വസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ തഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നാളെ അല്ലാഹു കർമ്മങ്ങൾ തൂക്കി നോക്കും. ആ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന ദിവസം, അന്നത്തെ ദിവസം കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുന്നത് സത്യസന്ധമാണ്, അത് ഹക്കായ കാര്യമാണ്. അന്ന് ആരുടെ തുലാസുകൾ കനം തൂങ്ങിയോ അവരാകുന്നു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. അപ്പൊ കർമ്മങ്ങൾ എന്ത് ചെയ്യണം? കനം തൂങ്ങണം. അതിനെന്ത് വേണം? കർമ്മങ്ങൾ ഉണ്ടാകണം, അമലുകൾ ഉണ്ടാകണം. അടുത്ത ആയത്തിൽ പറഞ്ഞെന്താ? വമൻ ഖഫ്ഫത് മവാസീനുഹു, ആരുടെ തുലാസാണോ കനം കുറഞ്ഞത്, ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യുദ്ലിമൂൻ, അവരാരാണ്? അവർ ആത്മനഷ്ടം നേരിട്ട ആളുകളാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ നേരെ അവർ അന്യായം കൈക്കൊണ്ടതിൻ്റെ ഫലമായിട്ടാണ് അത് സംഭവിച്ചത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കർമ്മങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടാകണം. കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസത്തിൽ നമ്മൾ ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. എന്താ ചെയ്യേണ്ടത്? ഖുർആൻ ഓതണം, ദിക്റുകൾ ഉണ്ടാകണം, സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടാകണം, സ്വതക്കകൾ വർദ്ധിപ്പിക്കണം. കാരണം എന്താ? ഈ മാസത്തിലാണ് ഈ വർഷത്തിലെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. ആ ബോധത്തോടുകൂടെ ഈ മാസത്തെ സജീവമാക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, ജനങ്ങൾ അശ്രദ്ധയിലാണ്. അശ്രദ്ധയിലാകാൻ പാടില്ലാത്ത മാസമാണ് ഏത് മാസം? ഷഅബാൻ മാസം. അതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസം ഏതാണ്? ഷഅബാൻ മാസമാണ്. റമദാൻ കഴിഞ്ഞാൽ. റമദാന്റെ പ്രത്യേകത, റമദാനിൽ പൂർണ്ണമായി നോമ്പ് നോൽക്കണം. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, ആര് റമദാനിൽ ഹാജറുണ്ടോ അവൻ ആ മാസം മുഴുവൻ നോമ്പ് നോൽക്കണം. പരിപൂർണമായി നോമ്പ് നോൽക്കാൻ അനുവാദമുള്ള മാസം ഏതാ? അത് റമദാൻ മാസം മാത്രമാണ്. റമദാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റത് ഷഅബാനിലായിരുന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവർ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്തറ മിൻ ഷഅബാൻ ഫഇന്നഹു കാന യസൂമു ഷഅബാന കുല്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഷഅബാൻ മാസത്തേക്കാൾ ധാരാളമായി മറ്റൊരു മാസങ്ങളിലും നോമ്പ് നോറ്റിട്ടില്ല. ഹദീസിന്റെ അവസാന വാചകം എന്താ? ഹദീസിന്റെ അവസാന വാചകം ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലഹു, അവിടുന്ന് ഷഅബാൻ മാസം മുഴുവനായി നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഷഅബാൻ മാസം മുഴുവനായി നോമ്പ് നോറ്റുതാ. ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലഹു. അപ്പം എന്താ ഈ കുല്ലഹു എന്ന് പറഞ്ഞാൽ? അവിടെ എല്ലാ ഷഅബാൻ പൂർണ്ണമായി നോമ്പ് നോറ്റു എന്നാണ്, അതുകൊണ്ട് അർത്ഥമല്ല. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു വബയാനു അന്ന ഖൗലഹ കുല്ലഹു ഐ ഗാലിബഹു. കുല്ലഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഗാലിബഹു, അധികം എന്നാണ്, ധാരാളം. അല്ലാതെ ആ പൂർണ്ണമായ ദിവസങ്ങളിൽ നോമ്പ് നോറ്റു എന്നല്ല. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്? വേറെ ഹദീത്തുകളുണ്ട്. വേറെ ഹദീത്തിൽ വന്ന എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായി മാ സാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഹ്റൻ കാമിലൻ ഖത്തു ഗൈറ റമദാൻ. റമദാനിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായി നോമ്പ് നോറ്റത്, എല്ലാ ദിവസവും. അതല്ലാത്ത ഒരു മാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായി നോമ്പ് നോറ്റിട്ടില്ല എന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീത്തിനെ നമ്മൾ ജമ്മ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അവിടെ ഐ ഗാലിബഹു, ഏറ്റവും കൂടുതൽ, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റത് ഷഅബാൻ മാസത്തിലാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എന്ത് വേണം? സുന്നത്ത് നോമ്പുകൾ കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ട മാസമാണ് ഏത് മാസം? ഷഅബാൻ മാസം. എല്ലാ മാസത്തിലും തിങ്കളും വ്യാഴം നോമ്പുണ്ട് അല്ലേ? 4 തിങ്കൾ കിട്ടും. അതേപോലെ തന്നെ 4 വ്യാഴം ഉണ്ടാകും മിക്കവാറും. അങ്ങനെ 8 നോമ്പായി. അറബി മാസങ്ങളിലെ 13, 14, 15 തീയതികൾ നോമ്പുണ്ട്. അവിടെ 3 നോമ്പ് കിട്ടി, അപ്പൊ 12 നോമ്പായി. 12 നോമ്പായി. 8 കിട്ടുകയാണെങ്കിൽ ഈ 3 കൂട്ടിയാൽ 12 നോമ്പ്. ചില സമയങ്ങളിൽ അറബി മാസങ്ങളിലെ 13, 14, 15 തീയതികൾ എന്ത് ചെയ്യും? അതിൽ വ്യാഴം വരാം, അല്ലെങ്കിൽ തിങ്കൾ വരാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ദിവസം നോമ്പ് നോൽക്കുമ്പോൾ 2 നോമ്പ് നോറ്റ കൂലി കിട്ടും. 2 നോമ്പ് നോറ്റ കൂലി കിട്ടും. ഇനി നോക്കൂ നിങ്ങൾ, സുന്നത്തായ നോമ്പ് ഏതാ? ഏറ്റവും നബിക്ക് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ഏതാ? ദാവൂദ് നബിയുടെ നോമ്പാണ്. ഏത് ദാവൂദ് നബിയുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നോമ്പ് നോൽക്കുക, അടുത്ത ദിവസം നോമ്പ് ഒഴിവാക്കുക, വീണ്ടും അടുത്ത ദിവസം നോമ്പ് നോൽക്കുക. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു 1.5 നോമ്പ് വെക്കുക. അപ്പം എത്ര നോമ്പ് കിട്ടും? 15 നോമ്പ് കിട്ടും. 15 നോമ്പ് കിട്ടും. ഒരു മാസത്തിൽ 15 നോമ്പ്. ഒരു മാസത്തിൻ്റെ പകുതി ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോമ്പ് നോൽക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരു നോമ്പ് നോൽക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നോമ്പ് എന്നതിന് ഒരുപാട് മഹത്തുകൾ ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്കത് മറ്റുള്ള ഖുത്ബകളിലൂടെ വിശദീകരിക്കാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസമാണ് ഏത് മാസം? ഷഅബാൻ മാസം, റമദാൻ കഴിഞ്ഞാൽ. മൂന്നാമത്തെ കാര്യം, പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ഷഅബാൻ മാസത്തിൽ നഷ്ടമായ നോമ്പുകൾ എന്ത് ചെയ്യണം? നോറ്റുവീട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നഷ്ടമായ നോമ്പുകൾ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ആർത്തവകാരിയാകുമ്പോൾ, അവൾക്ക് ഹൈദ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും റമദാനിൽ നോമ്പ് നോൽക്കാൻ സാധ്യമല്ല. അതിൻ്റെ ഏറ്റവും ചെറിയ സമയം എന്ന് പറഞ്ഞാൽ 7 ദിവസം. സാധാരണ 7 ദിവസമാണ് ആർത്തവത്തിൻ്റെ പീരീഡായി കണക്കാക്കാറുള്ളത്. ആ 7 ദിവസത്തെ നോമ്പുകൾ നഷ്ടപ്പെട്ട ആളുകൾ ചിലപ്പോൾ 6 ആകാം, ചില ആളുകൾക്ക് 8 ആകാം, ചില ആളുകൾക്ക് 5 ആകാം. അതവർക്കാണ് അറിയാം. എത്ര നോമ്പ് നഷ്ടമായോ ആ നോമ്പ് എപ്പോഴാണ് നോറ്റു വീട്ടേണ്ടത്? അത് നിർബന്ധമായ നോമ്പാണ്. അതെപ്പോഴാണ് നോറ്റു വീട്ടേണ്ടത്? ഏറ്റവും നല്ലത് ഏറ്റവും വേഗം നോറ്റു വീട്ടാന്നുള്ളതാണ്. ഏറ്റവും വേഗം നോറ്റു വീട്ടാന്നുള്ളതാണ്. എന്നാൽ ഈ മാസവുമായി ബന്ധപ്പെട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാചകമുണ്ട്. അവർ പറഞ്ഞു, കാന യഖൂനു അല സൗമി മിൻ റമളാൻ ഫമാ അസ്തതിഉ അൻ അഖ്ലിയ ഇല്ലാ ഫി ശഅബാൻ. എനിക്ക് റമളാനിൽ നഷ്ടമായ നോമ്പുകൾ നോറ്റു വീട്ടാൻ ബാക്കിയുള്ളത് ഷഅബാനിലാണ് സാധിക്കാറുള്ളത്. നഷ്ടമായ നോമ്പ് അഥവാ റമളാനിൽ എനിക്ക് നഷ്ടമായ നോമ്പ് നോറ്റു വീട്ടാൻ സാധിക്കാറില്ല, അത് ഷഅബാനിലാണ്. കാരണം എന്താ? അവർ നബിന്റെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിനാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനാൽ പലപ്പോഴും എനിക്ക് റമദാനിൽ നഷ്ടമായ നോമ്പ് എപ്പോഴാണ് നോറ്റുവിട്ടാൻ പറ്റാറുള്ളത്? അത് ഷഅബാനിലാണ് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. നമ്മൾ ഈ ഹദീസ് പഠിക്കുമ്പോൾ, നമ്മൾ ഈ ഹദീസ് വായിക്കുമ്പോൾ റമദാനിലെ നോമ്പ് അത് നോറ്റു വീട്ടാൻ ഷഅബാൻ വരെ സമയമുണ്ടെന്നുള്ളൊരു പാടുണ്ട്. ശരിയാണ്, ഷഅബാൻ വരെ സമയമുണ്ടെന്നുള്ളൊരു പാടുണ്ട്, അത് ശരിയാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു പാടുണ്ട്. എന്തുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ അത്രയും കാലം നോമ്പിനെ നീട്ടിവെച്ചത്? എന്തുകൊണ്ടാണ്? തൻ്റെ ഭർത്താവിനെ ഖിദ്മത്ത് ചെയ്യാനാണ്, തൻ്റെ ഭർത്താവിനെ പരിഗണിക്കാനാണ്. ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീകൾ ഗൗരവത്തോടു കൂടെ പഠിക്കേണ്ട ഒരു കുടുംബ ജീവിതത്തിലെ പാഠഹദീസിലുണ്ട്. വളരെ നിർബന്ധമായ നോമ്പ്, ആ നോമ്പിനെ അതിൻ്റെ ഏറ്റവും അവസാന സമയത്തേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താ? തൻ്റെ ഭർത്താവിന് വേണ്ടി ജീവിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്.
അപ്പം അത് പറയുമ്പോൾ ഭർത്താക്കന്മാർ മനസ്സിലാക്കണം നബി എങ്ങനെയായിരുന്നു. എന്തുകൊണ്ടാണ് ആയിഷയാകുന്ന ഭാര്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന ഭർത്താവിന് വേണ്ടി അത്രമാത്രം നന്മകൾ ചെയ്യാൻ വേണ്ടി, ത്യാഗം ചെയ്യാൻ വേണ്ടി, ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി തയ്യാറായത്? നബി അത്ര നല്ല ഭർത്താവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് ഭർത്താക്കന്മാർ ആരാകണം? നമ്മുടെ ഭാര്യമാർക്ക് പ്രിയപ്പെട്ടവരാകണം, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാരെ വീട്ടുജോലികളിൽ സഹായിക്കാറുണ്ട് എന്നാണ്, അല്ലേ? വീട്ടുജോലികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കാറുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ എത്ര ഭർത്താക്കന്മാർ ആ കൂട്ടത്തിൽ പെടും, അല്ലേ? വസ്ത്രം അലക്കി കൊടുക്കുന്ന, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന, വീട് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുന്ന എത്ര ഭർത്താക്കന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് സ്ത്രീകളുടെ ഒരു കുത്തകയാണ്, അത് സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ഒരു ഏർപ്പാടാണ് എന്ന് ധരിച്ചു വെച്ച ആൾക്കാരുണ്ട്, അല്ലേ? ചില ആളുകളുടെയൊക്കെ ധാരണ മുറ്റടിച്ചാൽ നമ്മൾ എന്തോ മോശമാണെന്നാ, നമ്മളും പുരുഷന്മാർ മുറ്റടിച്ചാൽ എന്തോ മോശമാണെന്നാ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാരെ വീട്ടുജോലികളിൽ സഹായിച്ചിരുന്നു എന്ന് ഹദീസുകൾ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അത് കരുതി എല്ലാ ദിവസവും ചിലപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ആളാണ്. എങ്ങനെയാണോ നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാക്കാൻ നമുക്ക് കഴിയുന്നത്, ആ മേഖലകളെല്ലാം നമ്മൾ സ്വീകരിക്കണം എന്നതുകൂടെ ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യണം? അത് നോറ്റ് വീട്ടാൻ വേണ്ടി പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ചില ആളുകൾ ഷാബാൻ മാസത്തിൽ അതിൻ്റെ അവസാന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ? നോമ്പൊക്കെ തുടങ്ങും. ഷാബാൻ മാസത്തിൻ്റെ അവസാന സമയത്ത്, പ്രത്യേകിച്ച് ഷാബാൻ 29, 30 തീയതികളിലൊക്കെ. എന്തിനാ നോമ്പ്? അവർ പറഞ്ഞത് വെച്ചാൽ അഥവാ റമദാൻ ആയാലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോമ്പാണ്. റമദാനിലെ നോമ്പ് വളരെ ശ്രേഷ്ഠതയുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കുറേ തർക്കമൊക്കെ ഉണ്ട്, മാസം കാണുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എനിക്കെന്തായാലും റമദാനിലെ നോമ്പ് നഷ്ടമാകാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരു 2 ദിവസം മുമ്പാണ് നോമ്പ് തുടങ്ങാം, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താ അറിയോ? പ്രവാചക തിരുമേനി പറഞ്ഞു, ലാ യതഖദ്ദമന്ന അഹദുകും റമദാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ. നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല, റമദാനിന്റെ മുമ്പുള്ള ഷാബാൻ മാസത്തിൽ അതിൻ്റെ 2 ദിവസം മുമ്പ്, 1-2 ദിവസങ്ങൾ മുമ്പ് നോമ്പിനെ മുന്തിക്കാൻ പാടില്ല, തുടങ്ങാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് വലിയ പാപമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായില്ല? അതുകൊണ്ട് എന്ത് പാടില്ല? അങ്ങനെ ഒരു നോമ്പില്ല. എന്നാൽ ഒരാൾ എല്ലാ തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പ് നോക്കുന്ന ആളാണ്, ഷാബാൻ 29 തിങ്കളാണ് അല്ലെങ്കിൽ ഷാബാൻ 30 തിങ്കളാണ്, അയാൾക്ക് നോക്കാൻ പ്രശ്നമൊന്നുമില്ല. പ്രത്യേകമായി കൊണ്ട് നോമ്പ് നോൽക്കുന്നതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടില്ല എന്ന് പഠിപ്പിച്ചത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ മാസത്തിൽ ഒന്ന് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും, ആ ബോധത്തോടുകൂടെ ജീവിക്കുക, കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുക. ഖുർആൻ ഓതാൻ വേണ്ടി പ്രത്യേകം നമ്മൾ സമയം കണ്ടെത്തേണ്ട മാസമാണ്. മുൻഗാമികളായ ആളുകൾ അങ്ങനെയായിരുന്നു. അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഷഅബാൻ ആഗതമായാൽ കച്ചവടം നിർത്തിവെക്കും. ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന എപ്പോൾ? ഷഅബാനിൽ. നമ്മളിൽ പല ആളുകളോ ചിന്തിച്ചു തുടങ്ങാൻ റമദാൻ തുടങ്ങിയിട്ടാണ് ഖുർആൻ ഓതണമെന്ന്. എന്നാൽ മുൻഗാമികളായ ആളുകൾ ഷഅബാനിൽ തന്നെ എന്ത് ചെയ്യുക? കച്ചവടമൊക്കെ നിർത്തിവെക്കുകയാണ്. കച്ചവടം നിർത്തിവെച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? അവർ വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണത്തിനും വേണ്ടി തയ്യാറാകുമായിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ധാരാളം പണ്ഡിതന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് വരാൻ പോകുന്ന ഒരു പുണ്യമാസമാണ്. ആ പുണ്യമാസത്തിലേക്ക് പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ പ്രവേശിക്കാനുള്ള പരിശ്രമം നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി നടത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഏറെ പവിത്രതയുള്ള ഗൗരവത്തിൽ വിശ്വാസികൾ കാണേണ്ട മാസമാണ് ഷഅബാൻ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസം, നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം, നഷ്ടമായ നോമ്പുകൾ നോറ്റുവീട്ടേണ്ട മാസം, മുൻഗാമികളായ ആളുകൾ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിനും പഠനത്തിനും മറ്റു സൽക്കർമ്മങ്ങൾക്കുമൊക്കെ ശ്രദ്ധ കാണിച്ച മാസം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ മാസത്തിനുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത
ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഷഅബാൻ 15 സാധാരണ പറയാറുള്ളത് ബറാഅത്ത് രാവ് എന്നാ പറയാം. ബറാഅത്ത് രാവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിന് ഖുർആൻ ഇറങ്ങിയ രാത്രിയാണെന്ന്, ഖുർആൻ അവതീർണമായ ലൈലത്തുൽ മുബാറക എന്ന് ഷഅബാൻ 15 കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ മുബാറക, ആ ലൈലത്തുൽ മുബാറക ഏതാ? അത് നിസ്ഫു ഷഅബാൻ 15 അത് ഖുർആൻ ഇറങ്ങിയ മാസമാണെന്നാ, ഖുർആൻ ഇറങ്ങിയ ദിവസമാണെന്നാ. എന്തൊരു അബദ്ധമാണത്. വിശുദ്ധ ഖുർആൻ അവതീർണമായത് റമദാനിലാണ് എന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ഖദറിൽ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് നാം അതിനെ ഇറക്കിയത്. മനസ്സിലായി? ലൈലത്തുൽ ഖദറിലാണ്. ആ ലൈലത്തുൽ ഖദർ എപ്പോഴാ? അത് റമദാനിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത്രമാത്രം വ്യക്തമായി പറഞ്ഞ ഈ ആശയത്തെ അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇല്ലാത്തത് പറയുന്ന ആൾക്കാർ. എന്നിട്ട് ഷഅബാൻ 15 അന്ന് പ്രത്യേകമായി നോമ്പ് നോൽക്കുന്ന ആൾക്കാരുണ്ട്. ഷഅബാൻ 15 അന്ന് പ്രത്യേകമായി നോമ്പ് നോൽക്കുന്ന ആൾക്കാർ, ബറാഅത്തിന്റെ നോമ്പ് എന്നാ പറയാം. അങ്ങനെ ഒരു നോമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുൻഗാമികളായ ആളുകൾ പറഞ്ഞത് ഇദാ കാനത് ലൈലത്തു നിസ്ഫി മിൻ ഷഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. ചില ആൾക്കാർ പറയാറുണ്ട് ഷഅബാൻ പാതിയായാൽ അഥവാ 15 ആയാൽ അതിൻ്റെ രാവ് നിങ്ങൾ നിന്ന് നമസ്കരിക്കുകയും അതിൻ്റെ പകൽ നിങ്ങൾ നിന്ന് നോമ്പെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു ഹദീത്ത് കൊണ്ടുവരാറുണ്ട്. ഇബ്നു മാജയാണ് ഈ ഹദീത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇബ്നു മാജയാണ് ഈ ഹദീത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് മൗദൂആയ കെട്ടിച്ചമച്ച ഹദീത്താണെന്നാണ്. കെട്ടിച്ചമച്ച ഹദീത്താണ്, ദുർബലമായ ഹദീത്താണ്. ഷഅബാനിൻ്റെ രാത്രിയിൽ നിങ്ങൾ നിന്ന് നിസ്കരിക്കണം, അതേപോലെ തന്നെ പകലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കണം എന്ന് പറയുന്ന ഹദീത്ത് അത് ദുർബലമാണ്. അപ്പൊ ബറാഅത്ത് നോമ്പ് പറഞ്ഞിട്ട് നോമ്പില്ല. ഷഅബാൻ 15 നമുക്ക് നോമ്പ് നോൽക്കാം. ഏത് നോമ്പ്? അയ്യാമുൽ ബീദിന്റെ നോമ്പ്. അറബി മാസങ്ങളിലെ 13, 14, 15 തീയതികളിൽ നോമ്പുണ്ട്, അത് സുന്നത്താണ്. ആ നോമ്പ് നോൽക്കാം ഷഅബാൻ 15. ഇനി ഷഅബാൻ 15 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നൊരു ഹദീത്ത് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഅബാൻ 15 അന്ന് അവന്റെ അടിമകളിലേക്ക് നോക്കും. എന്നിട്ട് മനസ്സിൽ കാപട്യമില്ലാത്ത, പകയില്ലാത്ത, വെറുപ്പില്ലാത്ത ആളുകൾക്കൊക്കെ പുറത്തു കൊടുക്കുമെന്ന് പറയുന്ന ഹദീത്തുണ്ട്. അത് സ്വഹീഹായ ഹദീത്താണ്. ചില പണ്ഡിതന്മാർ ആ ഹദീദിനെ കുറിച്ച് ദുർബലമാണ് എന്ന് അഭിപ്രായപ്പെട്ടു. പക്ഷേ മഹാഭൂരിപക്ഷം സലഫി പണ്ഡിതന്മാരും അവരുടെ ഹുത്തുബകളിൽ, അവരുടെ ലേഖനങ്ങളിൽ, പുസ്തകങ്ങളൊക്കെ ഈ ഹദീത്ത് കൊണ്ടുവരാറുണ്ട്. സ്വഹീഹ എന്ന് പറഞ്ഞിട്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാർ ളായിഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അവിടെയും ആ ഹദീത്ത് മുന്നിൽ വെച്ചാൽ പോലും എന്തിന് തെളിവല്ല? പ്രത്യേകമായി നോമ്പ് നോൽക്കാൻ തെളിവല്ല. അതേപോലെ തന്നെ അന്നത്തെ ദിവസം പ്രത്യേകമായ നിസ്കാരം സ്വലാത്തുൽ അൽഫിയ എന്ന് പറയാം. ഷഅബാൻ 15 രാവിൽ സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്നൊരു നമസ്കാരം, അൽഫ് എന്ന് പറഞ്ഞാൽ 1000 എന്നാണ്. അങ്ങനെ ഒരു നിസ്കാരം. ആ നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും 10 തവണ വീതം എന്ത് ചെയ്യണം? സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം എന്നാണ്. സ്വലാത്തുൽ അൽഫി 1000 റക്അത്ത് അല്ലെങ്കിൽ 100 റക്അത്ത് നിസ്കാരം, മനസ്സിലായില്ലേ? എന്നിട്ട് ഓരോ റക്അത്തിലും എന്ത് ചെയ്യുക? 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. ഇതൊക്കെ സ്വഹീഹാണ് എങ്കിൽ ഹദീത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണണ്ടേ? നിങ്ങൾ നോക്കൂ, നിങ്ങൾ നമ്മൾ സുജൂദ് കഴിഞ്ഞ് 2 സുജൂദുകൾ കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് അവിടെ ഒന്ന് ഇരിക്കണം. അവിടെ ഒരു ജുലൂസ് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? അവിടെ ഒന്ന് ഇരുന്നിട്ടാണ്, ഒരു ഇസ്തിറാഹയുടെ ഇരുത്തം അതിന് പറയാം. ഒന്ന് ഇരുന്നിട്ടാണ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കണം. അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നമസ്കാരത്തിൽ വിരലുകൾ ചൂണ്ടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിരല് ചൂണ്ടണമെന്ന്, അല്ലേ? ആ ചൂണ്ടുന്ന വിരൽ അനക്കണമെന്ന് ഹദീത്തുകളിലുണ്ട്. ആ ചൂണ്ടുന്ന വിരൽ ഇങ്ങനെ ചെറുതായിട്ട് ചലിപ്പിക്കണം ഹദീത്തിലുണ്ട്. ആ വിരലുകൾ കൊണ്ട് നിങ്ങൾ അനക്കുമ്പോൾ അത് പിശാചിന് വലിയ പ്രയാസമുണ്ടാക്കുമെന്ന് ഹദീത്തിലുണ്ട്. എന്താ നബി പഠിപ്പിക്കാത്തത്? വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വൈകുന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? രാത്രിയാകുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വാതിലടക്കണം, ലൈറ്റ് അണക്കണം, അല്ലേ? തീകളൊക്കെ അണക്കണം, പാത്രം മൂടി വെക്കണം, വെള്ളത്തിൻ്റെ ഒക്കെ പാത്രം മൂടി വെക്കണം. എന്താ നബി പഠിപ്പിക്കാതെ? എല്ലാ നന്മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഈ ഷഅബാൻ 15 അന്ന് പ്രത്യേകമായ ഒരു കർമ്മം ഉണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ പോകുമോ? ഒരു നോമ്പുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ പോകുമോ? ഒരു നോമ്പ് എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടൊരു നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വഴി ദൂരം നരകത്തുനിന്ന് മനുഷ്യൻ അകലെയാകുന്ന, 70 വർഷം ഒരാൾ സഞ്ചരിക്കുന്ന അത്രയും ദൂരം നരകത്തുനിന്ന് അകലാൻ പറ്റും ഒരു നോമ്പ് കൊണ്ട്. അത്ര പുണ്യമുള്ള ഒരു നോമ്പ് ദീനിലുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണ്ടേ? സ്വഹീഹായ ഹദീസ് നമ്മൾ കാണണ്ടേ?
അപ്പോൾ ഷാബാൻ 15 അന്ന് പ്രത്യേക നോമ്പുമില്ല, പ്രത്യേക നിസ്കാരമില്ല. അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട് അല്ലേ? പ്രത്യേക നോമ്പില്ല എന്ന് പറയുമ്പോൾ ആ നോമ്പ് നമ്മൾ നിഷേധിക്കുന്നില്ല, ആ നോമ്പുണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് നോൽക്കാൻ പറ്റുന്ന ആളുകൾ നോൽക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ ബറാഅത്തിന്റെ നോമ്പായിക്കൊണ്ട് പ്രത്യേകം ഒരു നോമ്പില്ല എന്ന് എന്ത് ചെയ്യുക, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. മഹാനായ ഷെയ്ഖ് ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറയാണ്, ഷഅബാൻ 15 പുണ്യദിനമായി കരുതലും അന്ന് പ്രത്യേകം ആഘോഷങ്ങൾ സംഘടിപ്പിക്കലും ബിദ്അത്താണ്, അനാചാരാണ്. എൻ്റെ വാചകമല്ല, മഹാപണ്ഡിതനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകമാണ്. അതിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാലേ അത് ബിദ്അത്താണ്, അത് അനാചാരമാണ്. ഇത് സംബന്ധമായി വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും അത് ദഈഫാണ്, ദുർബലമാണ്. അല്ലെങ്കിൽ അവയിൽ ചിലത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ വാറോല എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന അങ്ങനെയുള്ള ഹദീസാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഷഅബാൻ മാസത്തെ അതിൻ്റെ പവിത്രത നൽകി ആദരിക്കുക, കൂടുതൽ അമലുകൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, നബി പഠിപ്പിച്ചതുപോലെ ഗഫ്ലത്തിലാകാതിരിക്കുക, ശ്രദ്ധയോടുകൂടെ ഖുർആൻ പാരായണവും ദിക്റുകളും നിസ്കാരമൊക്കെയായിട്ട് എന്ത് ചെയ്യുക, അമലുകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ധാരാളം അമലുകൾ കൊണ്ട് ഈ മാസത്തെ എന്ത് ചെയ്യുക, ധന്യമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു നല്ല ജോലി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ധാരാളം മനുഷ്യരുണ്ട്, അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين.